ജീവന്റെ ആധാരമാണ് ചലനം. ഒരു വസ്തുവിൻ്റെ ജീവചൈതന്യം നമുക്ക് സംവേദനക്ഷമമാകുന്നത് അതിൻ്റെ ചലനത്തിലൂടെയാണ്. താളാത്മകമായ ചലനം മനുഷ്യ മനസ്സിനെ എന്നും വിസ്മയിപ്പിച്ചിരുന്നു. ആ ഇഷ്ടം അവൻ സൃഷ്ടിച്ച എല്ലാ കലാരൂപങ്ങളെയും സ്വാധീനിച്ചു. അവൻ കഥകൾ മെനഞ്ഞപ്പോൾ അവയിൽ കഥാപാത്രങ്ങൾക്ക് ജീവനേകിയതും ചലനങ്ങളിലൂടെ തന്നെ. ചലിക്കുന്ന ചിത്രങ്ങളുടെ പഴയ രൂപമായ തോൽപ്പാവക്കൂത്ത് മുതൽ ആധുനിക രൂപമായ ചലച്ചിത്രങ്ങളിൽ വരെ ഈ സ്വാധീനം നമുക്ക് കാണാം. ഈ രണ്ട് കലാരൂപങ്ങൾക്കും വളരെയേറെ സാമ്യതകളുണ്ട്. ഉപയോഗിക്കുന്ന ശബ്ദ, വെളിച്ച, നിഴൽ സംവിധാനങ്ങളും സംഗീതത്തിലും തിരശീലയിലും ഇരു കലാരൂപങ്ങൾക്കുമുള്ള ജനപ്രീതിയും അവയിൽ ചിലതു മാത്രം. അതിപ്രാചീനവും കേരളത്തിൻ്റെ തനത് കലാരൂപവുമായ തോൽപ്പാവക്കൂത്ത് കമ്പരാമായണത്തെ അടിസ്ഥാനമാക്കി സൃഷ്ടിക്കപ്പെട്ടതാണ്. 10 തലമുറയിലേറെയായി തോൽപ്പാവക്കൂത്ത് ഉപാസിക്കുന്നവരാണ് പാലക്കാട് ജില്ലയിലെ പുലവർ കുടുംബം. കേരളത്തിന്റെ ഐതിഹ്യം പറയുന്നത് എല്ലാം ദേവീ സങ്കല്പമാണ്. ഭദ്രകാളിക്ക് വേണ്ടി ദേവീ ക്ഷേത്രങ്ങളിലാണ് ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്നത്. ഭദ്രകാളി ദാരികവധം ചെയ്യാൻ പോയ അതേ സമയത്ത് തന്നെയായിരുന്നു രാമരാവണ യുദ്ധം ഉണ്ടായിരുന്നത്. ദേവിക്ക് ഈ രാമരാവണ യുദ്ധം കാണുവാൻ സാധിച്ചില്ല. തന്റെ പിതാവായ ശിവന്റെ ആവശ്യപ്രകാരം ദേവി വന്നിരിക്കുകയാണ് കേരളക്കരയിൽ. രാവണ, നമുക്ക് അസ്ത്രങ്ങളുടെ യുദ്ധം ചെയ്യാം. തോൽപ്പാവക്കൂത്ത് വേണമെങ്കിൽ ഒരു മിനിമലിസ്റ്റ് ആർട്ടാ പറയാം. മിനിമം കാര്യങ്ങൾ കൊണ്ടാണ് അവർ മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതാണ് ആ അർത്ഥത്തിലൊരു എസറ്റിക് സ്വഭാവം എന്നുണ്ടെന്ന് പറയാം. മാക്സിമം യൂസ് ഓഫ് മിനിമം തിങ്സ്. മനുഷ്യനെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു കലാരൂപം എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമ വാസ്തവത്തിൽ സിനിമയുടെ ഉദ്ഭവം തന്നെ മനുഷ്യൻ്റെ വലിയൊരു ചിരകാല സ്വപ്നത്തിൻ്റെ സാധ്യതയായിരുന്നു. അതായത് നമുക്ക് ഒരു നിശ്ചലമായൊരു ദൃശ്യത്തെ, ഒരു ഫ്രെയിമിനെ എങ്ങനെ ചലിപ്പിക്കാൻ സാധിക്കും എന്ന് നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ ചിന്തിച്ചിരുന്നൊരു സ്വപ്നമായിരുന്നു. അത് സാധിപ്പിച്ചത് സിനിമയാണ്. നമ്മളതിൻ്റെ ഏറ്റവും വലിയൊരു പരീക്ഷണം നമ്മൾ കാണുന്നത് മേബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഇങ്ങനെ ഒരു കുതിരയുടെ ചലനങ്ങൾ പല ഘട്ടങ്ങളിൽ ഒരേ സമയത്ത് തന്നെ ഷൂട്ട് ചെയ്തിട്ട് അത് ഒരു മൂവ്മെൻറ്റ് എങ്ങനെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ എങ്ങനെ മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ആ ഒരു ഡോക്യുമെൻറ്റേഷനാണ് വാസ്തവത്തിൽ സിനിമയിൽ അത് സാധ്യമാകും, അല്ലെങ്കിൽ സിനിമയിൽ അത് പിന്നീട് ഒരു സാക്ഷാത്കാരം നടക്കുന്നത്. അപ്പോൾ ആദ്യകാലത്ത് സിനിമയുടെ ചരിത്രം പറയുമ്പോൾ ഏറ്റവും ആദ്യത്തൊരു കൊമേഴ്സ്യൽ ബേസിസിൽ സിനിമ ആദ്യമായിട്ട് യൂറോപ്പിൽ അവതരിപ്പിച്ചത് ഫ്രാൻസിൽ ഒരു കഫേയിലാണ്. നമുക്കറിയാം 1895 ലുമിയർ ബ്രദേഴ്സ് ആദ്യമായിട്ട് ഒരു സിനിമ സ്ക്രീൻ ചെയ്തു. അത് ചരിത്രത്തിൽ അതിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്ന ആദ്യമായിട്ട് കാണികൾ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട ഒരു സംഭവം അതായിരുന്നു. അതിനു മുമ്പ് തന്നെ എഡിസൺ ഒരു 1:1 റേഷ്യോയിൽ വാസ്തവത്തിൽ ആൾക്കാരെയൊക്കെ വിളിച്ച് ഓരോരുത്തരായിട്ട് കണ്ട് ഈ ബയോസ്കോപ്പ് അല്ലെ കൈനറ്റോസ്കോപ്പ് എന്നൊക്കെയുള്ള രീതിയിൽ സിനിമകൾ കാണിച്ചിരുന്നു. പക്ഷെ അതൊരു വിശാലമായൊരു സമൂഹത്തിൻ്റെ കലാരൂപമായിട്ട് മാറാനുള്ള സാധ്യത വാസ്തവത്തിൽ സിനിമയ്ക്ക് തുറന്നു കൊടുത്തത് ലുമിയർ ബ്രദേഴ്സിൻ്റെ ഈ ഒരു പരീക്ഷണമായിരുന്നു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് സിനിമയുടെ വളർച്ച നമ്മൾ തിരിഞ്ഞ് നോക്കണ്ടാത്ത വിധത്തിലുള്ള അഭൂതപൂർവമായൊരു വളർച്ച നമ്മൾ കാണുന്നു. കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള, മേളയുടെ ഒരു ലോഗോമായിട്ട് നമുക്ക് ഉള്ളത് തോൽപ്പാവക്കൂത്തിനടുത്തുള്ള ചിത്രമാണ്. അത് ഡിസൈൻ ചെയ്ത് അത് വിഭാവനം ചെയ്തിട്ടുള്ളത് ജി അരവിന്ദനാണ്. അപ്പോൾ ആ ഇത് തിരഞ്ഞെടുക്കുന്നത് വഴിയും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോൽപ്പാവക്കൂത്തും സിനിമയും തമ്മിലുള്ള ബന്ധം തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ നിഴലുകൾ നൃത്തം ചെയ്യുന്നതിൻ്റെ, മനുഷ്യർ നിഴലുകൾ നൃത്തം ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഒരു സൂചന അതിലുണ്ട്. അപ്പോൾ സിനിമയും തോൽപ്പാവക്കൂത്തും തമ്മിലുള്ള ബന്ധം. പിന്നെ കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഈ ചലച്ചിത്രകല എന്ന് പറയുന്നതിൻ്റെ ആദ്യ രൂപങ്ങൾ ചിലതുണ്ട് എന്നുള്ള സൂചിപ്പിക്കൽ
അതൊക്കെ ഒരുപക്ഷെ അതിലുണ്ടായിരുന്നിരിക്കാം. ஓராதே நீ என் முன் வந்தாய் உன்னை விரும்பி யான் வந்தேன் ஸ்ரீரார் கமல சீதே. സിനിമയിൽ അഭിനേതാക്കളെ പോലെ തന്നെ പ്രാധാന്യം ഈ പശ്ചാത്തലത്തിലുള്ള ലൊക്കേഷനുണ്ട്, സെറ്റിന് പ്രാധാന്യമുണ്ട്. അതിൽ ഒരു കാലത്ത് സിനിമകൾ മുഴുവൻ ഈ സെറ്റുകളാണ് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നത്. കേരളത്തിലാണെങ്കിൽ അത് സ്റ്റുഡിയോകളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. തമിഴ് സിനിമയിൽ, മലയാള സിനിമയിൽ ഒരുപക്ഷെ എല്ലാവരുടെയും ഈ പണം ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക, എല്ലാവരും വീട് ഏകദേശം ഒരേപോലെ ആയിരിക്കും. ഈ രണ്ട് സൈഡിൽ നിന്ന് കൂടി നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് പോകുന്നതിൽ നിന്നിട്ട് അവിടെ നിന്ന് പാട്ട് നാനാണ് ഇട്ടാളെന്നൊക്കെ പാട്ട് പാടുന്നു. അങ്ങനെയുള്ള ഒരു കാലത്ത് സിനിമയിൽ, ഹിന്ദി സിനിമയിലും തമിഴ് സിനിമയിലും ഒരു പ്രധാനപ്പെട്ട രംഗം കോണിപ്പടിയിൽ നിന്നിങ്ങനെ ഉരുണ്ടു വീഴുന്നതാണ്. കോണിപ്പടി അത് വിഷ്വലാണ്, അത് വിഷ്വൽ സാധ്യതയാണ്. പഞ്ചവടി നിർമ്മിക്കണം. കാട്ടിലേക്ക് പോയ സമയത്ത് കാടിൻ്റെ സീനാണ്. അപ്പോൾ ഇഷ്ടങ്ങളും പക്ഷികളും മൃഗങ്ങളും അങ്ങനെല്ലാം ആ കഥാപാത്രങ്ങളെ വരച്ച് വെട്ടിയെടുത്ത് കുത്തിയെടുത്ത് ചായങ്ങൾ കൊടുത്ത് അതിനോട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് കാട് എങ്ങനെയെന്ന് കലാകാരൻ്റെ മനസ്സിലാകുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഭാവനയ്ക്ക് അനുസരിച്ചാണ് കഥാപാത്രങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ കാടിൻ്റെ അമ്മ വൃക്ഷങ്ങളൊക്കെ എന്തെല്ലാം വൃക്ഷങ്ങൾ കാട്ടിലുണ്ടാവും, എന്തെല്ലാം ഉണ്ടാകുന്നു, അതെല്ലാം ഈ തോൽപ്പാവക്കൂത്തിലൂടെ ഞങ്ങൾ കാണിച്ചുകൊണ്ട് ആണ് ആ സീൻ ഉണ്ടാക്കുന്നത്. ഈ തോൽപ്പാവക്കൂത്തും ഈ ചലച്ചിത്ര കല തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിന് ഒരു അടിസ്ഥാനം വെളിച്ചം തന്നെയാണ്. വെളിച്ചം കൊണ്ട് എഴുതുന്നതാണ്, വെളിച്ചം കൊണ്ട് ചിത്രങ്ങൾ ഉണ്ടാക്കുകയാണ്, വെളിച്ചം കൊണ്ട് നിഴലുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ചിത്രങ്ങളൊക്കെ നിഴൽ ചിത്രങ്ങളാണ് ഈ തോൽപ്പാവക്കൂത്തിൽ. സിനിമയിലും നിഴലുകളാണ്. സിനിമയിലും അത് റിയൽ അല്ല. അപ്പോൾ റിയലായിട്ടുള്ള ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ യഥാർത്ഥമായ വസ്തുക്കളുടെ, മൃഗങ്ങളുടെ, മനുഷ്യരുടെയൊക്കെ രൂപങ്ങളുടെ നിഴലുകളാണ് അല്ലെങ്കിൽ പകർപ്പുകളാണ് ഈ സിനിമയിൽ വരുന്നത്. തോൽപ്പാവക്കൂത്തിനെ പാവകളുടെ നിഴല് കാണുന്നത് ഈ വെളുത്ത തുണിയിലൂടെയാണ്. പാവങ്ങൾക്കുള്ള ദ്വാരങ്ങളുണ്ടായിരിക്കും, ആ ദ്വാരങ്ങളുടെ അകത്തുകൂടെ ആ നിഴലിലൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നു. അങ്ങനെയാണ് ഈ തോൽപ്പാവക്കൂത്തിൻ്റെ രീതി, ശൈലി. എക്സ്പ്രഷനിസത്തിൽ നിഴലുകൾക്ക് അതിനുള്ള കൂടുതൽ പ്രാധാന്യമുണ്ട്. റിയലിസ്റ്റിക് അല്ല. ഈ കഥ പറയുന്നതിന്, കാര്യം പറയുന്നതിന് എക്സ്പ്രഷനിസത്തിൽ റിയലിസത്തിൻ്റെ പാതയല്ല തുടരുന്നത്. അപ്പോൾ റിയലിസത്തിൻ്റെ പാത ഉപേക്ഷിക്കാനായിട്ട് ചെയ്യുന്ന പല രീതികളിലൊന്നും ഈ വെളിച്ചത്തിൻ്റെ ഉപയോഗമാണ്. അപ്പോൾ അങ്ങനെ ആ ലൈറ്റ് എന്നുള്ള ഒരു ഓബ്ജക്റ്റിൻ്റെ പ്രത്യേകത, പ്രസക്തി വാസ്തവത്തിൽ ഈ പുരാതന കലാരൂപമായ തോൽപ്പാവക്കൂത്തിനെയും പിന്നീട് പാശ്ചാത്യ നാടുകളിൽ വളർന്നു വന്ന് ഇന്ത്യയിലും വേരോടിയ സിനിമ എന്ന കലാരൂപത്തിലേക്ക് നമുക്കൊരു നൈരന്തര്യം ദർശിക്കാൻ സാധിക്കും. ഇതിൽ കമ്പരാമായണത്തിലെ കമ്പര എഴുതിയിട്ടുള്ള പാട്ട് ദേവിക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. 12,000 ചില്ലാനം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ 10ൽ 3 പാട്ടുകൾ എടുത്തിട്ടുണ്ട് ഈ തോൽപ്പാവക്കൂത്തിനെ. ഏകദേശം 3200 പാട്ടുകളാണ് തോൽപ്പാവക്കൂത്തിന് ഉപയോഗിക്കുക. സംഗീതം എന്ന് പറയുമ്പോൾ കമ്പരാമായണത്തിലെ പാട്ടുകളുടെ സംഗീതമൊക്കെ, അതായത് എന്തെല്ലാം ഭാവങ്ങളുണ്ടോ ആ ഭാവങ്ങളുടെ ശാന്തം, രൗദ്രം, ഗാംഭീരം, ദുഃഖം, പിന്നെ ഹാസ്യം, എല്ലാ ഭാവങ്ങളും ഓരോ പാട്ടുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ പാട്ട് പാടിക്കൊണ്ട് ആ ഭാവത്തിലൂടെയായിരുന്നു അവതരിപ്പിച്ച് വന്നത്. അപ്പോൾ അതിന് ഒരു പ്രത്യേക സംഘത്തിൽ 15 പേരുണ്ടാവും. ചെണ്ട, പിന്നെ എഴുപറ എന്ന് പറയും, എടോറ എന്ന് പറയുന്ന എഴുപറ, താളം, ചെലങ്ക, ശംഖ്, അതിൽ കുറുമ്പുകള്, ഇത്രയും വാദ്യങ്ങളാണ് ഈ തോൽപ്പാവക്കൂത്തിന് ഉപയോഗിക്കുക. സിനിമ തുടങ്ങുന്നത് നിശബ്ദമായിട്ടാണ്. നിശബ്ദമായിട്ട് സിനിമ തുടങ്ങിയെങ്കിലും സിനിമ ഒരിക്കലും പൂർണ്ണമായിട്ടും നിശബ്ദമായിരുന്നില്ല എന്നാണ് എല്ലാവരും പറയുക. സിനിമ കാണിക്കുന്ന സന്ദർഭത്തിൽ സിനിമയുടെ ഈ തിരശ്ശീലയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ലൈവ് ആയിട്ടുള്ള മ്യൂസിക്കോ ലൈവായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ പിന്നീടുള്ള സിനിമയുടെ ചരിത്രത്തിലാണ് ഈ സംഭാഷണം, അതേപോലെ മറ്റ് ശബ്ദങ്ങൾ, സിനിമ എന്ന് പറയുന്ന കല സൂക്ഷ്മമായ അർത്ഥത്തിൽ ശബ്ദപദത്തിൽ സംഭാഷണം മാത്രമല്ല, സംഗീതം മാത്രമല്ല,
നിശബ്ദത, അതേപോലെ തന്നെ ഈ അന്തരീക്ഷ ശബ്ദങ്ങൾ, കാറ്റിൻ്റെ, കടലിൻ്റെ ഒക്കെ ശബ്ദങ്ങൾ. They're experimenting on people here. I don't know, boss. How do you believe a crazy guy? That's the beauty of it, isn't it? Crazy people, they're the perfect subjects. They talk. പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട കൂത്തുമാടങ്ങൾ എന്ന് പറയുന്ന വേദിയിലാണ് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. 42 അടി നീളം, അതിന് പറയപ്പെടുന്നത് 42 അടി കളരി എന്നും പറയപ്പെടും. 42 അടി നീളവും അതുപോലെ തന്നെ 12 അടി വീതിയും 6 അടി ഉയരവുമുള്ള കൂത്തുമാടങ്ങൾ എന്ന് പറയുന്ന വേദിയിലാണ് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. പിന്നെ കൂത്തുമാടങ്ങളിൽ ഈ വെളുത്ത തുണി കിട്ടും, അതിന് പറയപ്പെടുന്നു ആയപ്പുടവ എന്നാണ് പറയുക. ഒരടി വിട്ട് അതിന് പിന്നാലെ വിളക്കുണ്ടായിരിക്കുക, 21 വിളക്ക് നീളത്തിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ആ വിളക്കിന്റെ വെളിച്ചത്തിലായിരിക്കും ഓരോരോ വിളക്കും ഓരടി അകലമുണ്ടായിരിക്കും. അപ്പോൾ പാവകൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ തിരിഞ്ഞ് പോകുന്ന മാതിരി ഒരു പ്രതീതി നമുക്കുണ്ടാകും. അതിന്റെ പിൻവശത്താണ് പാവകളി വയ്ക്കുന്ന പാവകളി കലാകാരൻ ഉണ്ടാവുക. സിനിമയിൽ നമ്മൾ മുമ്പിൽ കാണുന്നത് ഒരു വെള്ള സ്ക്രീൻ മാത്രമാണ്. സിൽവർ സ്ക്രീൻ എന്നൊക്കെ പിന്നീട് അറിയപ്പെട്ട ഒരു സ്ക്രീനിൽ, നിശ്ചലമായൊരു സ്ക്രീനിലാണ് ഈ ദൃശ്യങ്ങളൊക്കെ മിന്നിമറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൻ്റെ അതിൻ്റെ ഒരു സാന്നിധ്യം വാസ്തവത്തിൽ നമ്മുടെ തോൽപ്പാവക്കൂത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ചലിക്കുന്ന പ്രതിബിംബങ്ങളെ അവതരിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം എങ്ങനെയോ വളരെ അത്ഭുതകരമായ രീതിയിൽ സിനിമയെയും തോൽപ്പാവക്കൂത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. ആസ്പെക്ട് റേഷ്യോയെ കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിക്കാറുണ്ട്. ആദ്യകാലത്ത് സിനിമ തുടങ്ങുന്ന കാലത്ത് ഒരു 1920കളിലൊക്കെ വളർച്ച പ്രാപിക്കുന്ന കാലങ്ങളിലൊക്കെ സാധാരണ അവർ പറയുന്ന ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്ന ഒരു 1.3:1 എന്നുള്ള രീതിയിലാണ്, ഒരു 4:3 എന്നുള്ള സങ്കല്പത്തിൽ ആ റേഷ്യോയിൽ അങ്ങനെ പോകുന്നു. അവിടെ നിന്ന് വീണ്ടും മോഷൻ പിക്ചർ അക്കാഡമി തുടങ്ങുന്ന കാലത്ത് അമേരിക്കയിൽ ഓസ്കാറൊക്കെ നിർണ്ണയിച്ച അവരുടെ ഒരു കളക്റ്റീവ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് അവർ, മോഷൻ പിക്ചർ അക്കാഡമി എന്നുള്ള രീതിയിൽ അക്കാഡമി വരുമ്പോഴത്തേക്കും അവർ ഈ ആസ്പെക്ട് റേഷ്യോയെ പതുക്കെ അവർ മാറ്റുന്നുണ്ട്, കുറച്ചും കൂടി അവർ വിപുലീകരിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി വലിയൊരു ആസ്പെക്ട് റേഷ്യോയിലേക്ക് അത് വരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതിൻ്റെ വളർച്ച ഏകദേശം 1950കളിലൊക്കെ കാണുന്ന നമ്മൾ വൈഡ് സ്ക്രീൻ എന്നുള്ള സങ്കല്പം അപ്പോഴാണ് വരുന്നത്. പിന്നീട് MGM ആണ് വാസ്തവത്തിൽ 70mm എന്നുള്ളൊരു സങ്കല്പം കൊണ്ടുവരുന്നു. സിനിമാസ്കോപ്പിലും വലിയൊരു വിശാലമായൊരു സ്ക്രീനിലേക്ക് 70mm വരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന നിരവധി അങ്ങനത്തെ ഫോർമാറ്റുകളിലെ പരീക്ഷണങ്ങൾ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. പാനാവിഷൻ എന്നൊക്കെ പറയുന്ന നിരവധി പരീക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഈ പരീക്ഷണങ്ങളെല്ലാം ഇപ്പോൾ ഐമാക്സിൻ്റെ തന്നെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ വാസ്തവത്തിൽ സിനിമ എങ്ങനെ കാണികൾക്ക് അനുഭവവേദ്യമാക്കുന്നു, അതിൻ്റെ നൂതനമായ സങ്കേതങ്ങൾ തേടി വരുന്നു എന്നെല്ലാമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ തോൽപ്പാവക്കൂത്ത് ഇന്ന് നമ്മൾ കാണുമ്പോഴത്തെ ഒരു പ്രത്യേകത, അന്ന് അവർ വിഭാവനം ചെയ്ത ഈ ഫോർമാറ്റാണ്, ആസ്പെക്ട് റേഷ്യോ ആണ്. വളരെ വിശാലമായൊരു പാനാവിഷനേക്കാളും ഒക്കെ വളരെ വൈഡായിട്ടുള്ളൊരു വിശാലമായൊരു ഫോർമാറ്റിൽ ഇവരെങ്ങനെ ഈ ഒരു നരേറ്റീവ്, ഒരു ചലന സാധ്യതയുള്ള, അപാരമായ ചലന സാധ്യതയുള്ള ധാരാളം ഫ്രെയിംസ് കൂട്ടിച്ചേർത്ത് ഒരു ഫ്രെയിമിൽ നിന്ന് അടുത്ത ഫ്രെയിമിലേക്ക് ഡിസോൾവ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിലുള്ള വെളിച്ചത്തിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വെളിച്ചം മാത്രമല്ല ശബ്ദമുണ്ട്, ഒരു ഓഡിയോ വിഷ്വൽ ഒരു കോമ്പിനേഷൻ കൂടി നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഏത് കലകളുടെ കാര്യത്തിലും വാസ്തവത്തിൽ അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസിലാണ്. എന്നാൽ സിനിമയുടെ ജനനം തന്നെ ഒരു സെക്യുലർ സ്പേസിലാണ്. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് അവകാശപ്പെട്ട ആ ഒരു സെക്യുലർ സ്പേസിൽ അതിൻ്റെ വികാസം, വളർച്ച എന്ന് പറയുന്നത് ഇന്ന് സിനിമയെ ഏറ്റവും ശക്തമായ ഒരു കലാരൂപമാക്കി നിർത്തുന്നു. അതുമാത്രമല്ല, ഈ ഒരു പൊതുജന കലാരൂപം എന്നുള്ള രീതിയിൽ സിനിമയ്ക്ക് ഒരു സാർവലൗകികത കൂടി അവകാശപ്പെടാൻ സാധിക്കും. കേരളത്തിൽ തന്നെ ആദ്യത്തെ വിപ്ലവ കല കൂടിയാണ് ഈ തോൽപ്പാവക്കൂത്ത്. കാരണം കൂടിയാട്ടം, കഥകളി, മോഹിനിയാട്ടം ഇതൊക്കെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തായിരിക്കും. ഇത് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്താണ് ഈ കൂത്തുമാടങ്ങളുള്ളത്. അതുകൊണ്ട് സവർണർക്കും അവർണർക്കും ജാതി ഭേദമന്യേ എല്ലാം കാണാവുന്ന രീതിയിലാണ് ഈ കൂത്തുമാടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് വേറൊരു പ്രചാരം സിദ്ധിച്ചിരുന്നു. എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും കാണാനും
സംവദിക്കാനും പറ്റുന്ന, ആസ്വദിക്കാനും പറ്റുന്ന ഒരു കലാരൂപമായിട്ട് തോൽപ്പാവക്കൂത്ത് നിൽക്കാൻ പറ്റിയതുകൊണ്ട് തന്നെയാണ് ഇന്നും അതൊരു ശക്തമായ കലാരൂപമായിട്ട് നിലനിൽക്കുന്നത്. തോൽപ്പാവക്കൂത്തും സിനിമയും വർഷങ്ങളായി ആധുനിക സാങ്കേതിക വിദ്യകൾ കൈക്കൊണ്ട് സമാന്തരമായി വളർന്നു വന്നവയാണെങ്കിലും ഈ രണ്ട് കലാരൂപങ്ങൾക്കും അവയുടെ തനതായ സ്വഭാവ സവിശേഷതകൾ ഒട്ടനേകമുണ്ട്. ഇവ പരസ്പരം പ്രചോദനം ഉൾക്കൊണ്ട് വളർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാം: ജീവന്റെ തുടിപ്പുകൾ നിലനിൽക്കും വരെയും ഈ രണ്ട് കലാരൂപങ്ങളും നിലനിൽക്കും.